വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗസറ്റായിട്ട് 31/12/2024 വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 29/1/2025. കാറ്റഗറി നമ്പർ 721/2024. Application invited applications invited online only through one-time registration from qualified candidates for appointment in Kerala Government Service. One-time registration പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ വഴി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗ്രൂപ്പ് 4 പ്ലാനിംഗ് വിങ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200, 1,15,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 19 ആണ് ഇപ്പോൾ ഉള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 16-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2/1/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും പ്രായപരിധി ഇളവുണ്ടായിരിക്കുന്നതാണ്. Qualification: degree in planning or town and country planning, regional planning, city planning, urban planning or equivalent qualification from a recognized university or an institution recognized by the government. Or degree in civil engineering or architecture or physical planning from recognized university or an institution recognized by government. ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലാനിങ്ങിലുള്ള ഡിഗ്രി, പ്ലാനിങ്ങിൽ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ റീജിയണൽ പ്ലാനിങ് അല്ലെങ്കിൽ സിറ്റി പ്ലാനിങ്, അർബൻ പ്ലാനിങ് എന്നിവയോ അതിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫിസിക്കൽ പ്ലാനിങ് കോഴ്സുകൾ BTech ഡിഗ്രി ഉള്ളവർക്കും BE ഡിഗ്രി ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. Mode of application submitting. Candidate must register as per one-time registration profile with the official website of Kerala Public Service Commission before applying the post. Candidates who have registered can apply by logging on their profile by using their user ID and password. one-time registration നടത്തിയവർക്ക് പ്രൊഫൈൽ മുഖേന യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ നടത്താത്തവർ one-time രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഒപ്പം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. വൺ ഡേ രജിസ്ട്രേഷൻ മുഖേന ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ നിന്നും ആപ്ലിക്കേഷൻ ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ്റെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഹാർഡ് കോപ്പി ഓർ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഈ തസ്തികയിലേക്ക് റിട്ടേൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതാണ്. കാൻഡിഡേറ്റ്സ് അതിലേക്കായിട്ട് കൺഫർമേഷൻ നൽകേണ്ടതാണ്. അത് പ്രൊഫൈൽ മുഖേനയാണ് നൽകേണ്ട കൺഫർമേഷൻ. കൺഫർമേഷൻ നൽകിയ കാൻഡിഡേറ്റ്സ് മാത്രമേ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ. അവർക്ക് കൺഫർമേഷൻ നൽകിയവർക്ക് എക്സാമിനേഷൻ ഡേറ്റ് ഉൾപ്പെടെ ലാസ്റ്റ് 15 ദിവസം അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. എക്സാമിനേഷന് 15 ദിവസം മുമ്പ് മുതൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് വരെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളും ഒക്കെ എക്സാമിനേഷൻ കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈലും മൊബൈൽ നമ്പറിലും മെസ്സേജ് ലഭിക്കുന്നതാണ്. ആധാർ കാർഡുള്ള കാൻഡിഡേറ്റ്സ് ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 29/1/2025 അത് അർദ്ധരാത്രി 12 മണി വരെയാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് അഡ്രസ് www.keralapsc.gov.in. നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 721/2024 വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഗ്രൂപ്പ് 4 പ്ലാനിംഗ് വിങ്. ഉദ്യോഗപ്പേര് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ. ശമ്പളം 55,200, 1,15,300 ഒഴിവുകളുടെ എണ്ണം 19. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18-36 ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 2/1/1988 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത വയസ്സുകളോ ഉണ്ടായിരിക്കുന്നതാണ്. യോഗ്യതകൾ: അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാനിംഗ്, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, റീജിയണൽ പ്ലാനിംഗ്, സിറ്റി പ്ലാനിംഗ്, അർബൻ പ്ലാനിംഗിനുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത, അല്ലെങ്കിൽ
അംഗീകൃത യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് അഥവാ ആർക്കിടെക്ചർ, ഫിസിക്കൽ പ്ലാനിങ്ങിലുള്ള ബിരുദം. പ്രൊബേഷൻ തുടർച്ചയായ 3 വർഷ സേവന കാലയളവിനുള്ളിൽ 2 വർഷം പ്രൊബേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുമ്പോഴും പ്രത്യേക തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ച വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായിട്ടുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷൻ മുമ്പായി ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷൻ നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ വിജ്ഞാന വ്യവസ്ഥയിൽ വിരുദ്ധമായി കാണുന്ന പക്ഷം നിരസിക്കപ്പെടുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അവസാന നിമിഷം വരെ നോക്കിയിരിക്കാതെ അപേക്ഷകൾ സമർപ്പിക്കുക. വെബ്സൈറ്റിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് ലഭ്യമാണ്. പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കുക. കണ്ടന്റ് രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻസും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ലഭ്യമാണ്.